ഫ്രണ്ട്സ്, വെൽക്കം ടു kaabu'sKitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പംകിൻ പൈ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മൈദാമാവ്, പഞ്ചസാര, ഈസ്റ്റ്, ഇളം ചൂടുവെള്ളം, പിന്നീട് പംകിൻ മത്തങ്ങ. അപ്പം ഏകദേശം ഒരു 250 ഗ്രാമിനാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഈ വലിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് ഏകദേശം 200-250 ഗ്രാമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും നമുക്ക് എല്ലാം കുഴയ്ക്കാൻ നേരത്ത് മൈദമാവിൽ ചേർത്ത് കുഴയ്ക്കാൻ നേരത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം കട്ട് ചെയ്ത പീസാണ് നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് ഇനി ഇതിൻ്റെ തോലും അതുപോലെ തന്നെ കുരുവെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റാവുന്നതാണ്. നന്നായിട്ട് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം. ഒരു ഏകദേശം ഒരു 8 പീസോളം എനിക്ക് കിട്ടിയിരുന്നു. ഇനി ഇതൊരു ഇഡിൽ തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ആവിയൊക്കെ വരും. അപ്പോൾ അതൊന്ന് റെഡി ആവുന്നവരെ നമുക്ക് വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് ചേർക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ, നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഈസ്റ്റ് ചേർക്കൊണ്ടൊന്ന് പൊങ്ങാൻ എടുക്കുന്ന ടൈമാണ് 15 മിനിറ്റ്. ഇപ്പം അന്തരീക്ഷം തണുപ്പാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും, മഴയൊക്കെ അല്ലേ. അതുകൊണ്ട് ചൂടാണെങ്കിൽ നന്നായി പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോഴത്തേക്കും നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിരുന്ന പംകിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പം ഇതാണ് ആ ഒരു പരുവം. ഇനി ഇത് നേരത്തെ ആ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ഈസ്റ്റും ഷുഗറും എല്ലാം ചേർത്തിരുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്കാണ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നത്. മൈദാമാവ് 2.5 കപ്പോളം മൈദാമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്കാണ് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് ഈ കാണുന്നത്. നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എൻ്റെ വല്യമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് പംകിൻ പൈ. അപ്പം അതിന് തന്നെ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദാമാവ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് നീളത്തോളം നീളത്തിട്ടെടുക്കാമോ അതുപോലെ നീളത്തിൽ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു പരുവം. ഇനി ഒരു നൈഫ് വെച്ച് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈക്വൽ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. സാധാരണ നമ്മൾ പംകിൻ വെച്ച് പല വെറൈറ്റീസ് ഉണ്ട്. മത്തങ്ങ പായസം, മത്തങ്ങ എരിശ്ശേരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ഇതുപോലൊരു ഐറ്റം അല്ലെങ്കിൽ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതുപോലെ ലഞ്ച്, ചായയുടെ കൂടെ വരെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇനി ഇത് എല്ലാം നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മതി. അങ്ങനെ ഈ പരത്തിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് ഒരു ഉണ്ടയാക്കി വെച്ചാൽ മതി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഒരു കാണാൻ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു ചെറിയ കുപ്പിയുടെ അടപ്പിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി, എള്ളാണ് ഈ കാണുന്നത്, എള്ളിലൊന്ന് മുക്കി എള്ള് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കാണാൻ വെറും ഒരു യെല്ലോ കളർ അല്ലാതെ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഒരു പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു എണ്ണയോ അല്ലെങ്കിൽ ഗീയോ ആണ് തടവി കൊടുക്കാവുന്നതാണ്. ഈ പാനിലല്ലാതെ നമുക്കിത് സ്റ്റീം ചെയ്തും എടുക്കാം. ഇഡലി തട്ടിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിടാവുന്നതാണ്. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ പംകിൻ പൈ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള പംകിൻ പൈ. ഇത് ചിക്കൻ കറിയുടെയും മട്ടൻ കറിയുടെയും കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് ഹണിയും കൂടെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടറും വെക്കാം. അപ്പം പൊതുവേ നമ്മൾ മധുരം ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പം കുറച്ചും കൂടെ ഒരു നല്ലതായിട്ടൊരു സ്വീറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഹണിയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തത് മുകളിൽ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പംകിൻ പൈ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.
വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് കാബൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി